ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാഘവനാണെങ്കിലോ ശ്രീനാഥിൻ്റെ കണ്ണിൽ പെടാതെ തന്നെ ഒളിഞ്ഞു മാറി നടക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. രാഘവനാണെങ്കിൽ സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ വിടുകയില്ല. അതോടുകൂടി തന്നെ മല്ലിക ഒരു പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. അതായത് ശ്രീനാഥും മല്ലികയും കൂടി ഒരു പ്ലാനിങ് എടുക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, രാഘവനെ എങ്ങനെയെങ്കിലും ഏതായാലും സ്റ്റേജിൻ്റെ അവിടേക്ക് എത്തിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് അയാൾ എവിടെയെങ്കിലും പൂട്ടിയിടണം എന്ന മട്ടിൽ തന്നെ. അപ്പോൾ മല്ലികയോട് പറഞ്ഞതിന് ശേഷം തന്നെ രാഘവനെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. മല്ലികയാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ രാഘവൻ വേഗം മല്ലികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശ്രീനാഥിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു സ്പോട്ടിൽ തന്നെ വിട്ടു കളഞ്ഞു. അതിനുശേഷം തന്നെ മല്ലിക നീ എവിടെയടി തമിഴെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രീനാഥാണ് പിടിച്ച് വലിക്കുന്നത് കേട്ടോ. നീയോ? നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ ഇത്ര പ്രയാസമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എടോ, നീയാണോ കല്യാണം മുടക്കാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും വിട്ടതെന്ന് പറയുന്നു. അവർ കൃത്യമായി എത്തിയല്ലേ, പക്ഷേ അവരെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ വന്നതെന്ന് പറയുന്നു കേട്ടോ. നിങ്ങൾ എന്ത് മനുഷ്യനാണ്? ആ വർഷയുടെ കല്യാണം എന്തിനെങ്ങനെ മുടങ്ങാനായിട്ട് ശ്രമിക്കുന്നത്? അവളുടെ അച്ഛനാണ് ഞാൻ. അപ്പോൾ എനിക്കറിയണ്ടേ എൻ്റെ മകളുടെ കല്യാണം നിശ്ചയം എല്ലാം തന്നെ എന്നെ അറിയിക്കാതെ അങ്ങനെ നടത്താൻ നിങ്ങൾ തീരുമാനിച്ചല്ലേ? നടക്കില്ല. അതിനാണോ ഈ തമിഴത്തിയെ നീ കൂട്ടി പിടിച്ചതെന്ന് പറയുന്നു. മല്ലിക വേഗം വായൊന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീനാഥ് പെട്ടെന്ന് തന്നെ വായിൽ ഒരു ഒട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ, സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കൈയൊക്കെ കെട്ടുന്നു. എന്നിട്ട് അവിടെ ഒരു ഡ്രമ്മുണ്ട്, ആ ഡ്രമ്മിനകത്താക്കിയിട്ട് ഒരു സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സാഗറിനെയും സുജുവിനെയും കൃപയുമാണ് കാണിക്കുന്നത്. എൻഗേജ്മെൻറ്റിന് വന്നിരിക്കുകയാണ് അവരെല്ലാവരും കേട്ടോ. അതിനുശേഷം തന്നെ വളരെയധികം സന്തോഷത്തോടുകൂടി വരുന്നു. രാഘവനെ ആണെങ്കിലോ ആ ഒരു സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനി ഇയാൾ ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇയാൾ തുറന്നു വിട്ടാൽ മതി എന്നുള്ള അഭിപ്രായത്തിലാണ് കേട്ടോ രണ്ടുപേരും. പിന്നെ സാഗറും എല്ലാവരും വരുമ്പോഴത്തേനും നമ്മുടെ വസുന്ധരി അങ്ങോട്ട് വരുന്നുണ്ട്. സാഗർ പറയുന്നുണ്ട്, ഞാൻ ലേറ്റ് ആയിട്ടില്ലല്ലോ. കൃത്യസമയത്ത് തന്നെ സാഗറും സുജുവൊക്കെ വന്നത്. സാഗർ വന്നിട്ട് വേണം വിളക്ക് തെളിയിക്കാനെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാനോ? പിന്നല്ലാണ്ട് ഞങ്ങൾ വിളക്ക് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം സാഗറിന് തന്നെയാണ്. നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ സാഗർ എന്ന് പറയുന്നത്. എന്താ സുജു ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി, എല്ലാവരും വായോ, കൃപമോളെ വായോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഓഡിറ്റോറിയത്തേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുവരുത്തുന്നു കേട്ടോ. ധരം ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറയുന്നു. ഇതാരാ? സാഗറോ? സാഗർ വന്നിട്ട് വേണം വിളക്ക് തെളിയിക്കാമെന്ന് പറഞ്ഞു. ചേട്ടാ, ഇത് ശരിയാണോ? ചേച്ചി പറയുന്നത് ശരി തന്നെയാണ്. നിങ്ങളാണ് വിളക്ക് തെളിയിക്കേണ്ടത്, നീയും സുജു. അത് സത്യം തന്നെയല്ലേ? നമ്മളൊരു കുടുംബമല്ലേ സാഗർ? അപ്പോൾ നിങ്ങൾ തന്നെയാണ് വിളക്ക് തെളിയിച്ച് ഈ ഒരു പരിപാടി തുടങ്ങേണ്ടതെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹം പ്രകാരം ഞങ്ങൾ തന്നെ അത് ചെയ്തോളാമെന്നും പറയുന്നു. എന്തായാലും എല്ലാവരോടും ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. പെട്ടെന്ന് കൺമണി വരുന്നുണ്ട് കേട്ടോ ഡ്രസ്സിങ് റൂമിലേക്ക്. എന്താ വർഷ, നീ ഡ്രസ്സ് ഇട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കൺമണി കേട്ടോ. ആ സമയത്ത് കൺമണിയാണെങ്കിലോ ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് വർഷയും പറയുന്നുണ്ട്. അല്ല, ഞാൻ കൊടുത്തു വിട്ടതാണല്ലോ. ആരുടെ കയ്യിൽ? നിങ്ങളുടെ അബിയുടെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ടതാണെന്നല്ലോ. അബി ഇന്ന് ഇവിടേക്ക് എത്തിയിട്ട് പോലുമില്ല എന്ന് പറയുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാനിങ്ങോട്ട് വരുമ്പോഴത്തേനും ആ ഡ്രസ്സ് വർഷ ഇട്ടിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങളിങ്ങനെ വായ പൊളിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടിട്ട് വരുന്നത്. ഇപ്പോൾ ഇത് ഡ്രസ്സും കൂടി ഇട്ടിട്ടില്ലല്ലോ. ആ സമയത്ത് അബി ഓടി വരുന്നുണ്ട് കേട്ടോ. അയ്യോ സോറി, ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അവിടെ നിന്ന് സംസാരിച്ച് പോയി, അതുകൊണ്ടാണ് വരാൻ ലേറ്റായത്. നല്ല ആളാണ്, ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ എന്ന് അജ്ജു പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഈ ഡ്രസ്സ് ഇടാൻ നോക്ക്. ആ സമയത്ത് ആ ഡ്രസ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ആ ബ്ലൗസ് അങ്ങനെ കീറിയിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാതെ കീറൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് അവർക്ക് കൂടി സെക്യൂർ ചെയ്യാനായിട്ട് പറ്റില്ല, അത്രമേൽ വൃത്തികേടായിട്ട് കീറി വെച്ചിരിക്കുന്നു. ഇത് കാണുന്ന വർഷം ആകെ വിഷമത്തിലാവുന്നുണ്ട് കേട്ടോ. കൺമണിയും ഒരു പ്രതീക്ഷിച്ചു, കാരണം താൻ കൊണ്ടുവന്ന ഡിസൈനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? കാരണം മാനസയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഉറപ്പല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുള്ളൂ. ഇത് കാണുന്ന കൺമണിയും ആകെ തകർന്നു പോകുന്നുണ്ട്. ഞാൻ ഡ്രസ്സ് അവിടെ നിന്ന് എടുത്ത സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് അഭി പറയുന്നുണ്ട്. ഞാൻ ഈ പാക്ക് ഞാൻ തുറന്നു പോലും നോക്കിയിട്ടില്ല, പിന്നെ എങ്ങനെ പ്രശ്നം ഉണ്ടാവാനാണ്? സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, ആകെ ടെൻഷനാവുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതാണെങ്കിൽ നമുക്കൊരു സേഫ്റ്റി പിന്ന് വെച്ച് സെക്യൂർ ചെയ്യാൻ പോലും പറ്റില്ല, അത്രമേൽ കയറിയിരിക്കുന്നു. ഇനിയിപ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ടല്ലേ, പെട്ടെന്ന് വർഷയെ കൊണ്ട് സ്റ്റേജിലേക്ക് ചെല്ലാൻ പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഡ്രസ്സ് ഇങ്ങനെയാണെങ്കിൽ നമ്മളിനി എന്ത് ചെയ്യും കൺമണി? എനിക്കിപ്പോൾ അത് അറിയാത്ത ഈ അവസാന നിമിഷത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആകെ കൺഫ്യൂഷനിലാട്ടോ ഇരിക്കുന്നത്. പെട്ടെന്ന് ദേവി ചോദിക്കുന്നുണ്ട്, ധനം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. സാറിന് ഞാനിവിടെ കണ്ടില്ലല്ലോ മാഡം. ഈ ധനത്തിനോടൊക്കെ ഒരു കാര്യം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒക്കെ കണക്കാണ്. പിന്നെ വർഷം ഒരുങ്ങി ഇറങ്ങിയില്ലേ, അതും എനിക്കറിയില്ല മാഡം എന്ന് പറയുന്നു.
മല്ലികേ, ഇതെല്ലാം തന്നെ നോക്കാനാണ് നിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒരുപാട് ഉത്തരവാദിത്വം നിനക്കുണ്ടെന്ന്. നീ ചെല്ലി വർഷം ഒരുങ്ങിയിട്ടുണ്ടോ പോയി നോക്ക്. എല്ലാത്തിനും എൻ്റെ കണ്ണെത്തണം പറഞ്ഞാൽ നടക്കുമോ? അതിനുശേഷം തന്നെ കൺമണിയും ടെൻഷനായിട്ടോ. ഈ ഡ്രസ്സിന് എന്ത് പറ്റി, എങ്ങനെ ഇത് ഇങ്ങനെ ആയതെന്നൊക്കെ ആലോചിച്ചിട്ട് കൺമണിക്ക് സംശയമുണ്ട് മനസ്സ് തന്നെയാണെന്നുള്ളത്. അതിനുശേഷം തന്നെ മല്ലികാക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ ആരും ഡ്രസ്സൊന്നും മാറിയില്ലേ? വർഷപ്പാപ്പ സമയം എത്രയായി? മാഡം എന്തായാലും അർജൻറ്റായിട്ട് വിളിക്കുന്നുണ്ട്, പെട്ടെന്നാവട്ടെ, ഡ്രസ്സ് മാറ് എന്ന് പറയുന്നു. ഇതാണോ ഡ്രസ്സ്? അടിപൊളി ഡ്രസ്സാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അക്ക അങ്ങോട്ട് പോയിക്കോ, ഞങ്ങൾ നമ്മുടെ വർഷയെ ഡ്രസ്സ് മാറ്റിയിട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നു കേട്ടോ. എന്നാൽ അധികം വൈകണ്ട, പെട്ടെന്നായിക്കോട്ടെ എന്ന് പറയുന്നു. മല്ലികാക്ക പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തൊരു ഗതികേടാണ് എപ്പോഴും എൻ്റെ എന്ത് കാര്യത്തിനും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. എന്തൊരു തലവിധിയാണെന്ന് പറഞ്ഞിട്ട് വർഷ സ്വയം തന്നെ ശപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വർഷ നീ ടെൻഷൻ ആവണ്ട, ഞാൻ ഇങ്ങനെ നിന്നെ ചതിക്കുന്നു വിചാരിച്ചതല്ല എന്ന് കൺമണി പറയുന്നുണ്ട്. കൺമണി എന്നെ ചതിച്ചു എന്നല്ല പറഞ്ഞത്, ഇതൊക്കെ എൻ്റെ തലവിധിയാണെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് കൃഷും അതുപോലെ തന്നെ നമ്മുടെ വിവേകും കൂടി സംസാരിച്ചുകൊണ്ട് വരുന്നു. എന്തായാലും ഈ മെയിൻ അട്രാക്ഷൻ നമ്മുടെ വർഷ തന്നെയായിരിക്കും. കാരണം ആ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്ന കൺമണിയാണ്. അപ്പോൾ വിവേകം പറയുന്നുണ്ട്, അതിലെനിക്ക് സംശയമൊന്നുമില്ല. കൺമണിയുടെ കഴിവിനെക്കുറിച്ചൊക്കെ മമ്മിക്ക് നല്ല ബോധ്യമുണ്ട്, എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും എന്നുള്ളത് മറ്റാരേക്കാൾ ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നു. പെട്ടെന്ന് നമ്മുടെ കൺമണി വന്നിട്ട് പറയുന്നുണ്ട്, സർ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഡ്രസ്സ് ആകെ കീറി പറഞ്ഞിട്ടായിരിക്കുന്നതെന്ന് പറയുന്നു. സ്റ്റുഡിയോയിൽ നിന്ന് എടുത്ത കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഡ്രസ്സിന് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷമാണ് ആ ഡ്രസ്സ് ഡാമേജ് ആയിട്ടുള്ളത്. ആ സമയത്ത് ഇതാരായിരിക്കും എന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് കൃഷി പറയുന്നുണ്ട്. അത് പിന്നത്തെ കാര്യമില്ലേ സർ, പക്ഷേ നമുക്ക് വർഷയെ എങ്ങനെയെങ്കിലും സ്റ്റേജിൽ എത്തിക്കണം. അവൾക്ക് നല്ലൊരു കോസ്റ്റ്യൂം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, ഈ അവസാന ഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യാനാണ്? നമ്മളിനി അടുത്ത കാര്യമാണ് ചിന്തിക്കേണ്ടത്. ആരതിൻ്റെ പുറകിൽ നിന്ന് പിന്നീട് ചിന്തിക്കാം. എന്തായാലും സാർ വിഷമിക്കേണ്ട, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് കൺമണി പറയുന്നുണ്ട്. കൺമണി പറഞ്ഞാൽ അറിയാലോ കൺമണി എങ്ങനെയെങ്കിലും ഡ്രസ്സ് എങ്ങനെയെങ്കിലും ഒപ്പിക്കുന്നുള്ളത്. പിന്നീട് മാനസിയാണെങ്കിൽ തൻ്റെ വാലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. മേഡം എന്തത്ര ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും കൺമണിക്ക് പണി കൊടുത്തല്ലേ? അവൾക്കിന്ന് നല്ലൊരു പണി കൊടുത്തു. എല്ലാവരുടെ മുന്നിൽ അവൾ നാണം കെടണം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു ഫംഗ്ഷൻ കുളമാക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ മാനസ എന്തായാലും പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നീടാണെങ്കിലോ നമ്മുടെ വസുന്ധരാൻ്റി വരുന്നുണ്ട് കേട്ടോ വർഷയെ കാണാനായിട്ട്. മോളെ നീ ഡ്രസ്സ് മാറിയില്ല ഇത്രയും നേരം, അവിടെ അനൗൺസ് ചെയ്യുന്നത് നീ കണ്ടതല്ലേ, പിന്നെ എന്താ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്ത് പറ്റി? കൺമണി ഡ്രസ്സ് കൊണ്ടുവന്നില്ലേ? കൺമണി ഡ്രസ്സ് കൊണ്ടുവന്നു, പിന്നെന്താ ഇട്ട പ്രശ്നം? അത് ലൂസാണോ? അങ്ങനെയാണെങ്കിൽ നിൻ്റെ അളവ് എടുത്തിട്ടാണല്ലോ അവൾ കൊണ്ടുപോയി ചെയ്തത്. പക്ഷേ അവൾ കൊടുത്ത ഡ്രസ്സിൽ കുറച്ച് ഡാമേജ് ആണ് ആൻറ്റി എന്ന് പറയുന്നു. ആ ഡ്രസ്സ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് വസുന്ധര ദേവിക്ക് കാണിച്ചു കൊടുക്കുന്നു കേട്ടോ. ഇത് കാണുന്ന വസുന്ധര ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. വർഷയാണെങ്കിലോ ഇതിനും തന്നെ കുറ്റം പറയുമോ? അങ്ങനെയൊക്കെ ഒരു ടെൻഷനാണ്. തൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും ആകെപ്പാടെ പ്രശ്നമാണെന്നുള്ള ഭാവത്തിലായിട്ട് വർഷം നിൽക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.